ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ എറണാകുളം സ്വദേശിയായിരിക്കുന്ന ലത ജോസഫാണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ 2 തലമുറകളുടെ വിടുതലിന് വേണ്ടിയാണ്. പ്രത്യേകിച്ച് മൂത്ത മകൾ ഇപ്പോൾ UK ആ മകളുടെ പഠനം ഏറ്റവും അനുഗ്രഹത്തോടെ പൂർത്തീകരിക്കേണ്ടതിനായിട്ട്, പ്രത്യേകിച്ച് തനിക്ക് അവിടെയുള്ള സമസ്തകൾ അടയ്ക്കാനുള്ള സാമ്പത്തിക എല്ലാ വഴികളും തുറക്കേണ്ടതിനായി, അതിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറി ആ പട്ടണത്തിൽ ദൈവം ആ മകളെ മാനിക്കേണ്ടതിനായി, അതേപോലെ ഇളയ മകളുടെ വിദ്യാഭ്യാസം ഏറ്റവും അനുഗ്രഹത്തോടെ പൂർത്തീകരിക്കാനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്ന ഈ 2 മക്കളുടെയും ശാരീരികമായി അലട്ടുന്ന എല്ലാ അസ്വസ്ഥതകളും മാറി അവർ പൂർണ്ണമായ ഒരു വിടുതലിലേക്കും ബലത്തിലേക്കും നടക്കേണ്ടതിനായി പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ ലതസിൻ്റെ ഹസ്ബൻഡിനെ ദൈവം ഈ ദിവസങ്ങളിൽ അതിൻ്റെ അനുഗ്രഹത്തോടെ മുമ്പോട്ട് നടത്തേണ്ടതിനായി മാനസാന്തരം കൊടുത്ത് ദൈവത്തെ ആരാധിച്ച് ദൈവ സന്തോഷത്തിൽ നിറഞ്ഞൊരു ഭക്തനായി തീരേണ്ടതിനായി പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ ലതസിനെ ആയിരിക്കുന്ന ജോലി സ്ഥലത്ത് ദൈവം മാനിക്കുകയും ഉയർത്തുകയും ചെയ്യേണ്ടതിനായി പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ മകൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും എത്ര പേർ പ്രാർത്ഥിക്കും? നമുക്ക് കണ്ണുകൂടെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെതായ പ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ അപ്പാ. കർത്താവേ, 2 മക്കളുടെ ഭാവി ജീവിതത്തിൽ വിരോധമായി ചലിക്കുന്ന എല്ലാ എതിരുകളും ഈ എപ്പിസോഡ് നടന്നു കഴിയുമ്പോൾ പൂർണ്ണമായി അവസാനിക്കേണ്ടതിനായി, പ്രത്യേകിച്ച് മൂത്ത മകൾ UK പഠനത്തോടായിരിക്കുന്നല്ലോ കർത്താവേ, ആ പട്ടണത്തിൽ തമ്പുരാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി കൊടുത്ത് മാനിക്കുന്നതിനായി, അതേപോലെ തന്നെ തൻ്റെ സാമ്പത്തിക സ്ഥിതികൾക്ക് മാറ്റം വരുത്തി കർത്താവേ ഇപ്പോഴുള്ള ആ എല്ലാ സാമ്പത്തിക വിഷയങ്ങളിൽ നിന്നും ജയം പ്രാപിച്ച് തന്നെ പുറത്തു കൊണ്ടുവരേണ്ടതിനായിട്ടും അനുഗ്രഹത്തോടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതിനായി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നപ്പ. അതേപോലെ ഇളയ മകളുടെ പഠനം പൂർത്തീകരിച്ച് 2 മക്കളുടെയും ശാരീരിക സ്ഥിതികളെ ദൈവം സൗഖ്യമാക്കി അനുഗ്രഹിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനായി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലതസിൻ്റെ ഹസ്ബൻഡിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തുടരണമേ അപ്പ. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ, അത്ഭുതങ്ങളിലേക്ക് നടത്തണമേ. യേശുവിൻ്റെ തിരക്തത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തണമേ. കർത്താവിൻ്റെ കരം വെളിപ്പെട്ടതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അപ്പ, ഒരു വലിയ അത്ഭുതം, വലിയ ദൈവപ്രവൃത്തി അങ്ങ് ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. അസാധാരണമായൊരു വിടുതൽ ഇപ്പോൾ വെളിപ്പെട്ടതിനായി സ്തോത്രം. കർത്താവെ, ഞാൻ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർ ഇന്നു മുതൽ അതിശയകരമായ ദൈവത്തിൻ്റെ കരം കാണട്ടെ. കർത്താവെ, ഈ സഹോദരിയുടെ ജോലിയിൽ ഉയർച്ച കൊടുക്കണമേ. ദൈവപ്രവർത്തികളെ വെളിപ്പെടുത്തണമേ. സ്വർഗം അത് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. കർത്താവിൻ്റെ കരമാണ്. കർത്താവിൻ്റെ ആ വലിയ കൃപയ്ക്കൊത്തവണ്ണം നിങ്ങളുടെ മുമ്പിലായിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് ഈ വചനം അനേകരെ തൊടുമെന്നും ദൈവത്തിൻ്റെ വചനത്തിന് അനേക ജീവിതങ്ങളെ മാറ്റാൻ കഴിയുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഒരു ചിന്തയിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമാണ്, രൂപാന്തരം കൊണ്ടുവരുന്നതാണ്. ഞാൻ ആത്മാവിൽ ഇങ്ങനെ വിളിച്ചു പറയാം, നരഭോജിയെ നരസ്നേഹിയാക്കുന്ന, കൊലപാതകനെ സുവിശേഷകനാക്കുന്ന ദൈവവചനത്തിൻ്റെ ശക്തി ഇന്നും അനേകരെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഏത് അവസ്ഥയിലാണോ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്, ഈ വചനം നിങ്ങൾക്ക് രൂപാന്തരം കൊണ്ടുവരാൻ പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം വ്യക്തമായി പറയുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരായി തീരുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഒരിക്കലും ജീവിതത്തിനകത്ത് ഇനി ഒരു സാധ്യതയില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, എന്ന് പറഞ്ഞാൽ ആ പാപത്തിൻ്റെ കുഴിയിൽ ജീവിതത്തിനകത്ത് മാറ്റം വരത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറയായിരിക്കും, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആരെങ്കിലും ആണെങ്കിലും മദ്യപാനത്തിലോ മയക്കുമരുന്നിലോ അല്ലെങ്കിൽ ആ നിലകളിൽ കുടുംബം തകർന്ന അനുഭവത്തിലൊക്കെയാണ് അല്ലെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ ദൈവവചനത്തിന് കടന്നു ചെല്ലാൻ കഴിയും. ദൈവവചനത്തിന് നമ്മെ തൊടാൻ കഴിയും. ദൈവവചനത്തിന് ജീവനുണ്ട്. ദൈവവചനം രൂപാന്തരം കൊണ്ടുവരുന്നതാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. ഈ ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയ വചനം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു വലിയ വിടുതലായി ഇത് മാറുവാൻ പോവുകയാണ്. അങ്ങനെയൊക്കെ ഇത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ
പൗലോസ് അപ്പോസ്തലൻ പറയാണ്, വിശ്വാസം എന്ന പരിചയം വചനം എന്ന വാളും എടുക്കുന്നുണ്ടെങ്കിൽ ശത്രുവിൻ്റെ എതിരുകളെ ഈ വിശ്വാസത്തിൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും. അതേപോലെ വചനം എന്ന വാളുകൊണ്ട് നമുക്ക് തടസ്സങ്ങളെ ജയിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വഴികളുടെ കുറവുകൾ തീരാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വചനം പെർഫെക്റ്റ് ആകിയാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ സങ്കീർത്തനം 18-ാം അധ്യായം 30-ാമത്തെ വാക്യം പറയുന്നു, ദൈവത്തിൻ്റെ വചനം തികവുള്ളതാകുന്നു. ആ തികവുള്ള വചനം നിൻ്റെ വഴിയുടെ കുറവിനെ തീർക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വചനം പെർഫെക്റ്റ് ആണ്. ഈ വചനം നമ്മുടെ കുറവുകളെ പരിഹരിക്കാൻ പോകുന്നതാണ്. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുന്നു, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. വിശ്വസിച്ചുകൊണ്ടെന്ന് പറയാവോ? ഈ വചനം നിൻ്റെ ജീവിതത്തിനകത്ത് ഇപ്പോൾ അത്ഭുതത്തെ കൊണ്ടുവരാൻ പോവുകയാണ്. തിമോഥെയോസിൻ്റെ ലേഖനത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി പറയുന്നു, ദൈവത്തിൻ്റെ വചനത്തിന് ബന്ധനമില്ല. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തെ നിങ്ങൾ റിസീവ് ചെയ്യുകയും അത് നാമേ പറയുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും ചലിക്കാതെ നിൽക്കുന്ന ചില മേഖലകളിൽ ഭയങ്കരമായ വഴിത്തിരിവുകൾ ഉണ്ടാകാൻ പോവുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വചനം പാറയെ തകർക്കുന്ന ചുറ്റികലാണ്. ഒന്നാമത്തെ പ്രാവശ്യവും രണ്ടാമത്തെ പ്രാവശ്യവും ഒന്നും നടന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഭാരപ്പെടരുത്. വീണ്ടും ആ പാറയുടെ മേളിൽ ആഞ്ഞടിക്കുമ്പോൾ ഏതോ മിനിറ്റിൽ അത് പൊട്ടി രണ്ടായി തീരുന്നത് പോലെ ഇതാ നിന്റെ വഴിയെ തുറക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മെ കരകയറ്റുന്ന, നമ്മെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ദൈവത്തിൻ്റെ വചനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ദൈവശബ്ദം നമ്മുടെ ജീവിതത്തിനകത്ത് രൂപാന്തരങ്ങളെ കൊണ്ടുവരും കേട്ടോ. ദൈവവചനമാണ്. ദൈവവചനത്തിന് ഏത് വ്യക്തിയോടും ഇടപെടാൻ കഴിയും. ഹല്ലേലൂയ. ദൈവവചനത്തിന് ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് സൗഖ്യത്തെ കൊണ്ടുവരാൻ പറ്റും. അതേ നിലയിൽ തന്നെ ഞാൻ വിളിച്ചു പറയാം, ചില വാഗ്ദത്തങ്ങളെ നിവർത്തിയാക്കുന്ന തലത്തിൽ ഈ ദൈവവചനം ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങും. കാരണം ഇരിമ്യാ പ്രവാചകന്റെ പുസ്തകം 1:12 പറയുകയാണ്, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ തന്നെ ജാഗരിച്ചു കൊള്ളും. നാം കേൾക്കുന്ന, നാം ഏറ്റെടുക്കുന്ന വചനം നിവർത്തീകരിക്കപ്പെടുന്നതാണ്. ഏത് കുരുകളുടെ അനുഭവത്തിലാണെങ്കിലും ഇതാ വചനത്തിനകത്ത് നീ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുമെങ്കിൽ ഈ വചനം നിന്റെ ജീവിതത്തിൽ പ്രകാശമാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്ന, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതേ നിലയിൽ വിശ്വാസത്തിൽ ഏറ്റെടുക്കുമെങ്കിൽ ദൈവവചനത്തിൻ്റെ ശക്തി ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. അതിൻ്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണോ എല്ലാം തീർന്നെന്ന് പറയുന്നത്, ഇതാ നിൻ്റെ വെളിച്ചമായി ഇന്ന് ഈ കേൾക്കുന്ന വചനത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ആ നിലയിൽ തന്നെ ഞാൻ ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 1:9, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ കർത്താവ് വെളിച്ചമാണ്, ഈ വചനം വെളിച്ചമാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്വീകരിക്കുമ്പോൾ ജീവനായി, വെളിച്ചമായി, അത്ഭുതമായി മാറുകയാണ്. ആ നിലകളിൽ ദൈവ സാന്നിധ്യത്തിനകത്ത് നിൽക്കാൻ പറ്റുമെങ്കിൽ ദൈവവചനത്തിനെ കേൾക്കുമ്പോൾ തന്നെ ആ വചനം നമ്മുടെ ജീവിതത്തിനകത്ത് കൊണ്ടുവരുന്ന സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ അതരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനമാണ്. 147-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യം പറയുന്നു, അവൻ തൻ്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, അതിവേഗം ഓടുന്ന അവൻ്റെ വചനം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ അയക്കപ്പെടുന്ന വചനം വേഗത്തിൽ, പ്രകാശരശ്മികളെക്കാൾ വേഗത്തിൽ ചലിക്കുന്ന വചനം. ആ വചനത്തെ നമ്മളൊന്ന് റിസീവ് ചെയ്യുമ്പോൾ നിറയ്ക്കുക എന്നും ആഴത്തിൽ നീട്ടി വലയിറക്കുക എന്നൊക്കെ പറയുന്ന വാക്കുകൾ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരുമ്പോൾ ആ വചനം നമ്മളിൽ പുതിയ വാതിലുകൾ തുറക്കുന്നത് പോലെ ഈ വചനം വെളിപ്പെട്ട ഒരാളെ തൊടുമ്പോൾ ആ വചനത്തിനകത്ത് വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ ദൈവ സാന്നിധ്യം നമ്മുടെ മലകളെ ഉരുക്കി കളയുമെന്നുള്ളത് വ്യക്തമാണ്. 97-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം പറയുന്നത്, നിന്റെ സന്നിധിയിൽ മലകൾ മെഴുകുപോലെ ഉരുകിപ്പോകുന്നുള്ളതാണ്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ വചന കേൾവി ചിലവരുടെ പർവ്വതങ്ങളെ, മലകളെ ഉരുക്കി മാറ്റാൻ പോവുകയാണ്. ഈ വചന സന്ദേശം തീരുമ്പോൾ തന്നെ നിനക്ക് വലിയ വാതിൽ തുറന്നു വരാൻ പോകുന്നു. ആ ജോലിയുടെ വിഷയം എന്താകും, എൻ്റെ ഭാവി എന്താകും, എൻ്റെ കുടുംബം എന്താകും, എൻ്റെ തലമുറ എന്താകും എന്നൊക്കെ ചോദിച്ചു ഭയങ്കര ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ ഈ വചനത്തിനകത്ത് വിചാരങ്ങളെ ജയിക്കാൻ പോവുകയാണ്. നമ്മൾ ഒരു ബന്ധത്തിനകത്ത് കയറി നിന്നുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ചിലവരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾ ബന്ധത്തിൽ നിൽക്കുക. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിന് ബന്ധത്തിൽ നിന്നുകൊണ്ടാണ് നന്മകളെ പ്രാപിക്കാൻ പറ്റുന്നത്. പുത്രത്വത്തിൻ്റെ ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത് അറിയാം, 3 തലങ്ങളാണ്. ഒന്ന്, നിങ്ങൾ അധികാരിയാണ്. അവൻ്റെ നാമത്തെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം തന്നിരിക്കണം. ആ അധികാരത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. ഞാൻ അധികാരിയാണ്, എൻ്റെ വിഷയത്തിനകത്ത് ദൈവം പ്രവർത്തിക്കുമെന്നും എനിക്ക് വേണ്ടി വാതിൽ തുറക്കുമെന്നുള്ള ആ വലിയ വെളിപ്പാട് നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ വാ കൊണ്ട് പറയുമ്പോൾ തന്നെ ആ അധികാരം വെളിപ്പെട്ട് വരികയാണ്. ആത്മാവിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. എൻ്റെ ജീവിതത്തിനകത്ത് മറക്കാൻ കഴിയാത്തൊരു അനുഭവമുണ്ട്. ഈ പുത്രത്വത്തിൻ്റെ ആഴം ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ ഞാനൊരു മെയിൻ റോഡിലോട്ട് എത്തുകയാണ്. അവിടെ ഒരു ജംഗ്ഷനാണ്, 4 വഴികൾ വന്നു ചേരുന്ന
സ്ഥലമാണ്. ഹല്ലേലൂയ. ആ ഒരു സിഗ്നൽ വന്നിട്ടും ഫ്രണ്ടിൽ 2 വണ്ടിക്കാർ തമ്മിൽ വഴക്കിട്ടുകൊണ്ട് നിൽക്കുകയാണ്. വഴക്കിട്ടുകൊണ്ട് നിൽക്കുന്നു. ആ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ വന്ന് അവരെ പിടിച്ചു മാറ്റാൻ നോക്കിയിട്ടും ആര് ശ്രമിച്ചിട്ടും മാറുന്നില്ല. കാരണം ആ കാറിൽ വന്നേക്കുന്ന അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ആളാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് അടുക്കുന്നില്ല. ഹല്ലേലൂയ. അത്രയും വഴക്കും പ്രശ്നമായി വലിയ ട്രാഫിക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പോലീസ് ജീപ്പ് വേഗത്തിൽ വന്ന് നിൽക്കുകയും അതിനകത്തുനിന്നൊരു പോലീസുകാരൻ വേഗത്തിൽ ചാടി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേഗത്തിൽ വണ്ടിയിൽ കയറുമെന്ന് പറഞ്ഞ ആ സെക്കൻഡിൽ തന്നെ 2 പേരും ശാന്തമായി വണ്ടിയിൽ കയറി. എന്ന് പറഞ്ഞാൽ അധികാരമുള്ളവർ വന്നാൽ അല്ലെങ്കിൽ ചിലത് കീഴടങ്ങുകയും ചില വഴികൾ തുറക്കുകയും ചെയ്യും. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തടസ്സം മാറും. നിങ്ങൾ പുത്രത്വം ലഭിച്ച നിങ്ങൾ അധികാരിയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചേ, ഇനി നിങ്ങൾ ദാസനല്ല, നിങ്ങൾ പുത്രനാണ്. പുത്രനെങ്കിൽ അടുത്തത് നിങ്ങൾ അവകാശിയാണ്. അവകാശം, നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ നിങ്ങൾ പുത്രത്വത്തിൽ കയറി അവകാശം പറയാൻ പറ്റുന്ന രീതിയിൽ. ഹല്ലേലൂയ. പുത്രത്വത്തിൻ്റെ ഏറ്റവും വലിയ തലം, ഹല്ലേലൂയ, അപ്പൻ്റെ നന്മകൾ നിങ്ങൾ ഞാനുമാണ് അനുഭവിക്കേണ്ടത്. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, 1 അധികാരിയാണ്, 2 അവകാശിയാണ്, 3 ഈ തലത്തിൽ തന്നെ നിന്നുകൊണ്ട് പറയുന്നു, നിങ്ങൾ പിതാവിൻ്റെ കരുതലുകൾ കാണും. ഹല്ലേലൂയ. മാർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിനകത്ത് ശ്രദ്ധിച്ചാൽ, മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല എന്ന് സുറഫോനിയക്കാരോട് യേശു കർത്താവ് പറയുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവർ, നിങ്ങൾ ഈ സമയത്തൊന്ന് സ്വീകരിച്ച്, നിങ്ങൾ ദൈവമക്കളാണെങ്കിൽ നിങ്ങളുടെയും എൻ്റെയും തൃപ്തിയാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും ഇഷ്ടവും. ഇതാ, നിങ്ങൾ തൃപ്തിയുള്ളവരായിട്ട് പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് പലതിനെ ചൊല്ലി മനം കലങ്ങി ആ നിലയിലല്ല നിങ്ങൾ നിൽക്കേണ്ടത്. ഒരു ബന്ധത്തിനകത്താണ് നിൽക്കേണ്ടത്. അല്ലെങ്കിൽ എന്തു തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും നിങ്ങൾ വിചാരപ്പെടരുത്. ഇതൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത പദം പറയുകയാണ്, ഇവയൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അറിയുന്നു. ഹല്ലേലൂയ. നമ്മുടെ പിതാവ് അറിയുകയാണ് നമ്മുടെ ആവശ്യങ്ങളെ. അപ്പോൾ വിചാരപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് ഈ മിനിറ്റുകളൊന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുക. അസാധാരണമായ ഒരു കരം നിനക്കും എനിക്കും വേണ്ടി ചലിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി ചലിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് വാസ്തവമായിട്ടും ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു പ്രാർത്ഥിച്ച് ഇതൊരു വലിയ ദൈവപ്രവൃത്തിയായി തീരേണ്ടതിനായിട്ട് എൻ്റെ കൂടെ ഒന്ന് ആത്മാവിൽ ഒന്ന് ഇപ്പോൾ തന്നെ ഒന്ന് ചലിക്കാൻ പറ്റുന്നൊരു ചലിച്ച്, ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചിലത് ഇപ്പോൾ നിങ്ങളുടെ പേരിൽ നിൽക്കുന്നത് നിങ്ങളുടെ മേളിലേക്ക് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. 1 മക്കൾക്ക് തൃപ്തി വരും. 2 മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെ പേരിൽ ആ സൗഖ്യം അവിടെ കാണുന്നത്. ഒരമ്മ തൻ്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടിയാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. ആ സുറഫോനിയ ജാതിയിലുള്ള അവൾ സൗഖ്യത്തിന് വേണ്ടിയാണ് വരുന്നത്. അതാ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ലെന്ന് പറയുമ്പോൾ അവൾ വെളിപ്പാടിൽ പറയണം, അപ്പം നുറുക്കുകൾ നായ്ക്കുട്ടിയുടെ അവകാശമാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങൾ തിന്ന് ശേഷിപ്പിച്ചത് മാത്രമാണ് മറ്റുള്ളവർക്ക് പോകുന്നത്. ഇതാ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ചിലത് വെച്ചിരിക്കുകയാണ്. നിങ്ങളതിപ്പോൾ സ്വീകരിക്കാൻ തയ്യാറാക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ അത്ഭുതത്തെ കർത്താവ് റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവെ, എൻ്റെ ജീവിതത്തിനകത്ത് ആ നന്മ ഇപ്പോൾ തുറക്കുന്നതിനായി സ്തോത്രം. എനിക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്നതിനായി സ്തോത്രം. ഞാൻ അതേപോലെ വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവ സാന്നിധ്യമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവ സാന്നിധ്യത്തിനകത്ത് മലകൾ മെഴുകുപോലെ ഒരുക്കും. ആ സാന്നിധ്യത്തിനകത്ത് നിന്നുകൊണ്ട് ഇതാ പുത്രത്വത്തിൻ്റെ അവകാശത്തിൽ കയറി നിന്നുകൊണ്ട് ഇതാ ദൈവവചനത്തിൻ്റെ ശക്തിയിൽ നമുക്കത് പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ. മെഴുകുപോലെ ഉരുകുമെന്ന് പറയുമ്പോൾ തന്നെ 16-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം പറയുന്നു, ഇൻ യുവർ പ്രസൻസ് ഈസ് എ ഫുൾനെസ് ഓഫ് ജോയ്. നിൻ്റെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പരിപൂർണതയുണ്ട്, സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. ജീവിതത്തിനകത്ത് ഒരിക്കൽ പോലും ചിരിച്ചിട്ടില്ലാത്ത ആരൊക്കെയോ എന്നെ ശ്രദ്ധിക്കുന്നു. സന്തോഷം എന്തെന്നറിയാത്ത ആരൊക്കെയോ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ദൈവം തരുന്ന സന്തോഷം വലിപ്പമുള്ളതാണ്. പ്രിയരെ, കർത്താവിൻ്റെ സന്തോഷം, ഹല്ലേലൂയ, അതൊന്ന് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ കർത്താവ് ഇതാ നിങ്ങളുടെ ഏത് സാഹചര്യത്തിനകത്തും ഇപ്പോൾ സാഹചര്യത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന രീതിയിൽ ദൈവത്തിൻ്റെ സ്പർശനം. ഹല്ലേലൂയ. നീണ്ട ദിവസങ്ങളായിട്ട് പട്ടിണി കിടക്കുന്നവരുണ്ടാക്കാം, നീണ്ട ദിവസങ്ങളായിട്ട് വിഷമിക്കുന്നവരുണ്ടാക്കാം, നീണ്ട ദിവസങ്ങളായിട്ട് സങ്കടപ്പെടുന്നവരുണ്ടാക്കാം. പക്ഷെ ഞാൻ അവരോട് ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു ഭയങ്കരമായ സന്തോഷത്തെ കർത്താവ് റിലീസ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് കരുതുകയാണ്. അതൊന്ന് സ്വീകരിക്കാൻ പറ്റുന്നവർ ഇപ്പോൾ സ്വീകരിച്ചോ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം തരുന്ന സന്തോഷം നിലനിൽക്കുന്ന, ലോകം തരുന്ന സന്തോഷം എല്ലാം വെള്ളത്തിലെ കുമിളം മിന്നിമറിയുന്നത് പോലെയാണ്. അത് വേഗത്തിൽ നഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആ സന്തോഷം നിത്യത വരെ നിലനിൽക്കുന്നതാണ്. സ്വീകരിക്കാൻ പറ്റുന്നവർ ഒരുമിച്ചൊന്ന് ഇപ്പോൾ തന്നെ ആത്മാവിൽ ചലിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യട്ടെ. ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചലിക്കാൻ തുടങ്ങട്ടെ. പരിശുദ്ധാത്മാവെ, ഒരളവിന് മേളിൽ ഇപ്പോൾ അങ്ങയുടെ കര ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. എൻ്റെ കൂടെ വാസമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ചു തുടങ്ങി. ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചലിക്കട്ടെ. പരിശുദ്ധാത്മാവെ, ഒരളവിന് മേളിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി
വേണ്ടി പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ കരം ചലിക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ആ നിലകളിൽ ഇതാ ദൈവ സാന്നിധ്യം നമുക്ക് സന്തോഷം കൊണ്ടുവരുമെങ്കിൽ മോശയോട് പറയുകയാണ്, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും, എൻ്റെ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശ ഭയപ്പെട്ട സ്ഥലത്തേക്ക് ഇതാ മോശയെ സാന്നിധ്യം മടക്കിക്കൊണ്ട് ചെല്ലുകയാണ്. ആ സ്ഥലത്തെ ഏറ്റവും വലിയ അധികാരിയായ ഫറവോന്റെ മുമ്പിൽ ഇതാ സാന്നിധ്യം കൊണ്ടുവരിക. ഞാൻ ആത്മാവിൽ വിളിച്ച് പറയാം, ദൈവ സാന്നിധ്യം ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അർഹതയില്ലാത്തിടത്തേക്ക് ഇതാ ദൈവ സാന്നിധ്യം നിങ്ങളെ കൊണ്ടുപോകാൻ പോവുകയാണ്. സ്വസ്ഥതയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പോവുകയാണ്. ആത്മാവിൽ ലോകം തരാത്തത് എന്തോന്ന് ഇപ്പോൾ ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേളിലേക്ക് റിലീസാകുകയാണ്. ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ടെന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവേ, ഒരളവിന് മേളിൽ ഇപ്പോൾ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അങ്ങ് ചലിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെട്ട് വരുന്നതിനായി സ്തോത്രം. ഞാൻ വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമാകട്ടെ, ഇതൊരു അതിശയത്തിൻ്റെ സമയമാകട്ടെ, ഇതൊരു ദൈവപ്രവൃത്തിയുടെ സമയമാകട്ടെ. കർത്താവേ, അങ്ങ് പ്രവർത്തിച്ചു കഴിഞ്ഞതിനായി സ്തോത്രം. അങ്ങയുടെ കരം ചലിച്ചു കഴിഞ്ഞതിനായി സ്തോത്രം. അങ്ങയുടെ വലിയ പ്രവൃത്തി ഞങ്ങൾ കാണുന്നതിനായി സ്തോത്രം. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ലോകം തരാത്ത വലിയ ദൈവപ്രവർത്തികൾ ഇപ്പോൾ ഈ മക്കളുടെ മേളിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. കർത്താവേ, ഇവർ ഇപ്പോൾ സന്തോഷിക്കാൻ തുടങ്ങട്ടെ. ഇവർ ദൈവ സാന്നിധ്യത്തിൽ അർഹതയില്ലാത്തതിലേക്ക് കയറട്ടെ. ഞാൻ ഒന്നുകൂടെ വിശ്വസിച്ചുകൊണ്ട് പറയാം, എസ്തേറിന്റെ മേളിൽ രാജാവ് അഹശ്വേരോശ് രാജാവ് കിരീടം വെച്ചത് അവളുടെ അർഹതയില്ലാത്ത അനുഭവത്തിനകത്താണ്. ഞാൻ വിശ്വസിക്കുന്നു ഇതുവരെയും ചെല്ലാത്തിടത്തേക്ക് ഇവരെ ദൈവ സാന്നിധ്യം കൂട്ടിക്കൊണ്ട് ചെല്ലുകയാണ്. അത്ഭുതങ്ങൾ ഇവരെ ജീവിതത്തിൽ സംഭവിക്കുന്നു. കർത്താവേ, ഇവരെ അങ്ങ് മാനിക്കുന്നതിനായി സ്തോത്രം. ആ നിലകളിൽ ഇന്നും നമ്മൾ വീണ്ടും ചിന്തിക്കുന്ന ഒരു ചെറിയ ചിന്ത ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ ദൈവമാണ് കുടുംബത്തെ സ്ഥാപിച്ചത്. ഹല്ലേലൂയ, ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, സകലതിനെയും സൃഷ്ടിച്ച ദൈവം എല്ലാം നല്ലതെന്ന് കണ്ടു. പക്ഷേ ഒന്ന് മാത്രം നല്ലതായിരിക്കുന്നില്ലെന്ന് ദൈവം കണ്ടു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടിട്ട് അവന് തക്ക തുണയെ ദൈവം ഒരുക്കി. ഹല്ലേലൂയ, തക്ക തുണ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഈ ഭൂമിയിൽ എണ ചേർന്നവരുണ്ട്. ഹല്ലേലൂയ, തമ്മിൽ കണ്ട് ഹല്ലേലൂയ ഇഷ്ടപ്പെട്ട് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ, കോളേജ് വിദ്യാഭ്യാസം, ജോലി സ്ഥലത്ത് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതൊന്നും നിലനിൽക്കണമെന്നില്ല. രണ്ട് തുണയുണ്ട്. എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, തുണയുണ്ട്. അത് അറിയാം, കുടുംബങ്ങൾ തമ്മിൽ പൈസയുടെ സൗന്ദര്യത്തിൻ്റെയൊക്കെ ബലത്തിൽ ഉറപ്പിക്കുന്നു. പക്ഷെ അതൊന്നും പ്രശ്നത്തിൽ, പ്രതികൂലത്തിൽ, രോഗത്തിൽ നിലനിൽക്കണമെന്നില്ല. പക്ഷെ തക്ക തുണ എന്ന് പറയുന്നത് താങ്ങായി വെളിപ്പെടുന്നതാണ്, കണ്ണുനീര് തുടയ്ക്കുന്നതിലേ. എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം ഒന്നുകൂടെ ഞാൻ പറയാം, 5 വർഷത്തിന് 10 വർഷത്തിന് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ 10 വർഷത്തിന് മുകളിലോട്ട് പോകുന്ന ഓരോ കുടുംബവും ദൈവത്താൽ സംഭവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവർ അന്യോന്യം സഹായിച്ചവരാണ്, അന്യോന്യം താങ്ങിയവരാണ്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു വലിയ ബിഷപ്പ് വലിയൊരു കോൺഫറൻസിനകത്ത് നിന്നുകൊണ്ട് കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താൻ പറഞ്ഞപ്പോൾ വലത് സൈഡിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു. ബിഷപ്പ് ഒത്തിരി പേരെ ചിരിപ്പിക്കാനൊക്കെ നോക്കുന്നതുകൊണ്ട് ബിഷപ്പ് ചോദിച്ചു, എത്ര വർഷമായി, എത്ര മാസമായി നിന്റെ വിവാഹം കഴിഞ്ഞിട്ട്? അദ്ദേഹം പറഞ്ഞു, 3 ദിവസമായിട്ടുള്ളൂ വിവാഹം കഴിച്ചിട്ട്. ബിഷപ്പ് അദ്ദേഹത്തോട് പറഞ്ഞു, ഇരിക്കടാ, 3 ദിവസം വിട്ടൊരു കഥയല്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, ഞാൻ ഈ 1 മാസം 2 മാസം 6 മാസം അല്ല പറഞ്ഞത്. 10 വർഷത്തിന് മുകളിൽ ഒരു കുടുംബം മുമ്പോട്ട് പോകണമെങ്കിൽ അത് ദൈവത്താൽ മാത്രമേ പോകത്തുള്ളൂ. കാരണം മുമ്പേ കണ്ട സൗന്ദര്യം പിന്നത്തിൽ കാണണമെന്നില്ല, മുമ്പേ കണ്ട സമ്പത്ത് പിന്നത്തിൽ കാണണമെന്നില്ല. പലവിധമായ പ്രതികൂലങ്ങൾ, പലവിധമായ കാറ്റുകൾ ആ കുടുംബത്തിന് നേരെ ആഞ്ഞടിച്ചിട്ടുണ്ടാകാം. പക്ഷേ അതിനകത്ത് അന്യോന്യം താങ്ങി, അന്യോന്യം ബലപ്പെടുത്തി മുമ്പോട്ട് പോകുന്നതാണ് തക്ക തുണയായി ദൈവം നടുവിൽ നിന്ന് ഉറപ്പിക്കുന്നതായി ഞാൻ കാണുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സ്വീകരിച്ചോ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ സക്സസ് ആയ നിലകളിലേക്ക് ചിലവർ മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ചിലത് ഉറപ്പിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായി ചിലത് തുറന്നു വരട്ടെ. പരിശുദ്ധാത്മാവേ, എന്നെ കാണുന്ന കുടുംബ ജീവിതങ്ങളെ ദൈവം തുടരണമേപ്പാ. ഇവരുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടു വരും. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഭവനം എന്ന് പറയുന്നതും അതേപോലെ തന്നെ മരണം, ജനനം, വിവാഹം, ഇതെല്ലാം 3 അക്ഷരങ്ങളിലാണ് ചലിക്കുന്നത്. അതേ നിലയിൽ തന്നെ ഞാൻ വിളിച്ചു പറയാം, ഭവനം എന്ന് പറയുന്നത് ഭർത്താവും ഭാര്യയും ഒരുമിച്ച് ചേരുമ്പോഴാണ് അത് ഭവനമാകുന്നത്. ഇല്ലെങ്കിൽ ഭയങ്ങ് മാറിയിട്ട് വനതുല്യമായി തീരുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും പ്രശ്നങ്ങളും, എന്നും വഴക്കും, എന്നും പ്രതികൂലം. എന്ന് പറഞ്ഞാൽ വനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നിനെ ഒന്ന് ഇരയാക്കുകയാണ്, ഒന്നിനെ ഒന്ന് ആക്രമിക്കുകയാണ്, ഒന്നിനെ ഒന്ന് കീഴ്പ്പെടുത്തുകയാണ്. ആ നിലയിലാണ് ഇന്ന് ലോകം മുമ്പോട്ട് പോകുന്നത്. ആ നിലയിൽ ശ്രദ്ധിക്കുമ്പോൾ ഇതാ ഭവനം എന്ന് പറയുന്നത് കണ്ണുനീര് തുടയ്ക്കുന്ന, അന്യോന്യം താങ്ങുന്ന, അന്യോന്യം ബലപ്പെടുത്തുന്ന, അന്യോന്യം സഹായിക്കുന്ന നിലയിൽ ഇന്ന് ഈ വചന സന്ദേശം കേട്ടോണ്ടിരിക്കുമ്പോൾ അനേകരായി തീരുകയാണ്. ഞാൻ വിശ്വസിക്കുന്ന കർത്താവെ, ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളോട് പറയുകയാണ്, അന്യോന്യം താങ്ങുന്നവരായി തീരുക, അന്യോന്യം ബലപ്പെടുത്തുന്നവരായി തീരുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഇന്നത്തെ ഈ മെസ്സേജിന്റെ സന്ദേശത്തെ ഞാൻ ഉറപ്പിക്കുകയാണ്, അന്യോന്യം താങ്ങുക. ഹല്ലേലൂയ. പ്രത്യേകിച്ച്
പഴയ നിയമത്തിൽ കുടുംബത്തെ സ്ഥാപിച്ചത് ദൈവമാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് നിങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ ഇതാ സഭയെ സ്ഥാപിച്ചത് ദൈവമാണ്. അറിയാം, ഒരു വെളിപ്പാടാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ലെന്നുള്ളത്. കർത്താവിൻ്റെ രക്തത്താൽ, കർത്താവിൻ്റെ ശരീരത്താൽ വീണ്ടെടുത്തതാണ് സഭ. പഴയ നിയമത്തിൽ മറഞ്ഞു കിടന്നതും ഇതാ തൻ്റെ ശരീരവും രക്തവും കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ചതാണ് എന്നെയും നിങ്ങളെയും. ആ നിലകളിൽ ശരീരത്തിൻ്റെ അവയവങ്ങളായി തീരുവാൻ, അല്ലെങ്കിൽ നിത്യരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ വിളിക്കപ്പെടുമ്പോൾ എന്നെ കേൾക്കുന്നവരെ ഇതാ നാം അന്യോന്യം ബലപ്പെടുത്തുന്നവരായി തീരണം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കെ, ഈ കുടുംബത്തോടും സഭയോടുമാണ് ശത്രു നിന്നും എതിർപ്പ്. ആദ്യം മുതൽ ഇതുവരെയും കണ്ടു കഴിഞ്ഞാൽ ശത്രു ഉന്നം വെച്ചിരിക്കുന്നത് കുടുംബങ്ങളെയും സഭയെയും തകർക്കുക എന്നുള്ളതാണ്. ആ നിലയിൽ ഇന്ന് ഇത് ഗൗരവത്തോടെ ഏറ്റെടുക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയാം, താങ്ങുന്നവൻ അത്ഭുതങ്ങളെ കാണും, താങ്ങുന്നവൻ ഉയർച്ചകൾ കാണും. എന്നെ കേൾക്കുന്ന ചിലർ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് താങ്ങേണ്ടത്? താങ്ങേണ്ട ആവശ്യം എന്താണ്? അറിയാം, നിങ്ങൾ ആ കുടുംബത്തെ ആ പ്രതികൂലത്തിൽ, ആ പ്രശ്നത്തിലൊന്ന് വിളിച്ചാശ്വസിപ്പിച്ചാൽ, ഒന്ന് താങ്ങിയാൽ ചില കുടുംബ പ്രശ്നങ്ങളിൽ അവർക്ക് ജയിക്കാൻ കഴിയും. അതേപോലെ തന്നെ സഭയിൽ ആ പാസ്റ്ററിനോട് ചേർന്നുകൊണ്ട് ആ സഭയുടെ ദർശനത്തിനനുസരിച്ചൊന്ന് താങ്ങാൻ തയ്യാറായാൽ അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഞാനൊന്ന് ആത്മാവിൽ വിളിച്ചു പറയും, ക്രൂശിൻ്റെ ദർശനത്തെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഇതാ ഭാരമേറിയ മരക്കുരിശും താങ്ങിക്കൊണ്ട് യേശു കർത്താവ് ഇതാ ഗോൽഗോത്തയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ഇവൻ ആ ക്രൂശും ചുമന്ന് ഗോൽഗോത്ത മല വരെ എത്തത്തില്ലെന്ന് മനസ്സിലായി. പലവരെയും നോക്കി. ഹല്ലേലൂയ. യഹൂദന്മാരെല്ലാം വിസമ്മതിക്കുമ്പോൾ ഇതാ കുറേനിയ വർഗ്ഗക്കാരനായ ഒരു മനുഷ്യൻ കയറി വരുന്നത് അവർ കണ്ടു. മാർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. അലക്സാണ്ടറിന്റെയും റൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനിയ വർഗ്ഗക്കാരനായ ശീമോനെ അവന്റെ ക്രൂശ് ചുമക്കുവാൻ അവർ നിർബന്ധിച്ചു. മാർക്കോസിന്റെ സുവിശേഷത്തിൽ ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, മാർക്കോസും മറ്റുള്ള സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ്. താൻ എല്ലാം ഷോർട്ടായിട്ട് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് 16 അധ്യായം കൊണ്ട് മാർക്കോസിന്റെ സുവിശേഷം തീരുന്നത്. ആ നിലയിൽ നിൽക്കുമ്പോൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കി, ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ അവിടെ ഷോർട്ടായിട്ടാണ് പറയുന്നത്. കുറേനിയ വർഗ്ഗക്കാരനായ ശീമോൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ ഇവിടെ തുടങ്ങുന്നത് അലക്സാണ്ടറിൻ്റെയും റൂഫോസിൻ്റെയും അപ്പനായ കുറേനിയ വർഗ്ഗക്കാരനായ ശീമോനെ അവർ ക്രൂശ് ചുമക്കാൻ നിർബന്ധിച്ചു. നിങ്ങൾ വിശ്വസിച്ച് 2 മക്കളെയും ആദ്യം പറഞ്ഞുകൊണ്ടാണ് അടുത്ത ദർശനത്തിലേക്ക് വരുന്നത്. ആരും ചുമക്കാതെ നിൽക്കുമ്പോൾ തെള്ളപ്പെട്ട ഒരു കറുത്ത വർഗ്ഗക്കാരനെ പോലെ നിൽക്കുന്ന ഒരു മനുഷ്യനെ അവർ ക്രൂശ് ചുമക്കാനായി അറിയ വയലിൽ പണിയെടുക്കുന്നവർ നിർബന്ധിക്കുകയാണ്. ആ നിർബന്ധത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ആ ക്രൂശന്റെ ദർശനം പൂർത്തീകരിക്കുകയാണ്. അത് ഗോൽഗോത്ത എന്ന് പറയുന്ന സ്ഥലം വരെയും ഇത് ആ ക്രൂശ് ചുമന്നവനെ കൊണ്ടുപോവുകയാണ്. ക്രൂശീകരണം നടക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, യേശു കർത്താവിൻ്റെ ഈ ക്രൂശ് ചുമന്ന ശീമോനെ ദൈവം അനുഗ്രഹിച്ചതായിട്ടാണ് പിന്നത്തതിൽ കാണുന്നത്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ, അലക്സാണ്ടർ ആ ദേശത്തിലെ ഗവർണറായി തീർന്നു എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ഉന്നത പദവിയിലേക്ക് ആ തെള്ളപ്പെട്ടവൻ്റെ തലമുറയെ ദൈവം കൊണ്ടുവന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ക്രൂശിൻ്റെ ദർശനത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, നിങ്ങൾ ആ സഭയിൽ ഒന്ന് ആക്റ്റീവാണെങ്കിൽ, ആ ദൈവദാസൻ്റെ ഒരു താങ്ങായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, നിങ്ങളുടെ തലമുറ നിശ്ചയമായും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ആ സഭയിൽ ഒരു ചെയർ പിടിച്ചിടാനോ അല്ലെങ്കിൽ ആ നില ഒന്ന് തൂക്കാനോ ഒക്കെ തയ്യാറാകുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരാളെ അന്യോന്യം താങ്ങുന്നത് പോലെ ആ സഭയെ നമ്മൾ താങ്ങുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ വിശ്വാസത്തിലൊന്ന് പറഞ്ഞ് ഞങ്ങളൊരു താങ്ങായി മാറും. ഹല്ലേലൂയ. മറ്റുള്ളവരെ ഒന്ന് താങ്ങുവാൻ, ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാനായിട്ട്, വീണ് കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് നാം ഓരോരുത്തരും തയ്യാറായാൽ അവിടെ ഒരു വിടുതലുണ്ട് പ്രിയരെ. അതേ നിലയിൽ നിങ്ങൾ നോക്കിയേ, ഇതാ അലക്സാണ്ടറിൻ്റെയും റൂഫോസിൻ്റെയും എന്ന് പറയുമ്പോൾ ഈ പഴയ നിയമം മുതൽ പുതിയ നിയമം വരെ ശ്രദ്ധിച്ചാൽ, ഹല്ലേലൂയ, അബ്രഹാം, ദാവീദ്, ഹല്ലേലൂയ, അതേപോലെ തന്നെ ദാനിയേൽ, ഇങ്ങനെയൊക്കെ നോക്കിയാൽ വലിയ നിലയിൽ പ്രയോജനപ്പെട്ട അഭിഷക്തന്മാരെ നമുക്ക് കാണാം. ഏലിയാവിനെ പ്രവാചകഗണത്തിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവരാരും കർത്താവിൽ പ്രശസ്തനെന്ന് പറഞ്ഞതായി കാണുന്നില്ല. പക്ഷേ ബൈബിൾ മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഒരാളെ മാത്രം കർത്താവിൽ പ്രശസ്തൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. റോമാലേഖനം 16-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. കർത്താവിൽ പ്രശസ്തനായ റൂഫോസിനെയും എനിക്കും അമ്മയായ അവൻ്റെ അമ്മയും വന്ദനം ചെയ്യുവിൻ. നിങ്ങൾ നോക്കേ, ഇതാ റൂഫോസിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. ഒരു കുറേനിയ വർഗ്ഗക്കാരൻ്റെ മകനായ റൂഫോസ് ഇതാ കർത്താവിൽ ആ ദേശത്തിൽ പ്രശസ്തനായി മാറുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരു തലമുറ ഇതാ ദൈവം എഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കുക. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ ക്രൂശ് ചുമന്നവൻ്റെ തലമുറ ആ ദേശത്തിൽ ഉന്നതി പ്രാപിച്ചു. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ദൈവസഭയ്ക്കും ദൈവരാജ്യത്തിനും ഒരു താങ്ങാണെങ്കിൽ, ആര് കണ്ടില്ലേലും ദൈവം നിന്നെ കാണും, നിന്റെ തലമുറയെ ദൈവം മാനിക്കും. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, പഴയ നിയമത്തിൽ ബെസലേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റും. അറിയാം, ദൈവം പേര് ചൊല്ലി വിളിച്ചു എന്നുള്ളതാണ് കാണുന്നത്. ബെസലേലിന് എങ്ങനെയാണ് അതിൻ്റെ ആഴം, ബെസലേൽ എങ്ങനെയാണ് ദൈവത്താൽ തിരഞ്ഞെടുത്തതെന്ന് നമുക്കൊന്ന് നോക്കാം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട്
അമാലേക്കിനോട് യുദ്ധം ചെയ്യുക, ഞാൻ നാളെ കുന്നിന്മേലിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞു. 10-ാമത്തെ വാക്യം, മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അമാലേക്കിനോട് പൊരുതി. എന്നാൽ മോശയും അഹരോനും ഹൂരും കുന്നിൻ മുകളിൽ കയറി. 11-ാമത്തെ വാക്യം, മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ജയിക്കും, കൈ താഴ്ന്നിരിക്കുമ്പോൾ അമോലേക്യൻ ജയിക്കും. ഇതാ ഇസ്രായേൽ മക്കൾ അമാലേക്യരുമായി യുദ്ധം ചെയ്യുകയാണ്. അത് എന്നെ കേൾക്കുന്നവരെ, പുറമെയുള്ള ആയുധം കൊണ്ടല്ല ഇസ്രായേൽ മക്കൾ ജയിക്കുന്നത്. ഒരു സ്പിരിച്വൽ യുദ്ധമാണ് അവിടെ നടക്കുന്നത്. മോശ കുന്നിന്മേൽ കയറി ആ വടിയും ഉയർത്തിപ്പിടിച്ചു നിൽക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ജയിക്കുകയാണ്. യോശുവയുടെയും കൂടെയുള്ളവരെ വാളിന്റെ വായ്ത്തല കൊണ്ട് ഇതാ ശത്രു വീഴുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ മോശയുടെ കൈ ഉയർന്നിരിക്കുകയാണ്. കൈ താഴുമ്പോൾ ഇസ്രായേൽ മക്കൾ തോൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ തന്നെ അടുത്ത പദം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അടുത്ത വാക്യത്തിലേക്ക് നമ്മളൊന്ന് വരികയാണ്. എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ലെടുത്തു വെച്ചു. അവൻ അതിന്മേൽ ഇരുന്നു. അഹരോനും ഹൂരും ഓരോരുത്തൻ ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തും നിന്ന് അവന്റെ കൈ താങ്ങി. അങ്ങനെ അവന്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഒരു കല്ലിന്മേൽ മോശ ഇരുത്തിയിട്ട് അവന്റെ കൈ അഹരോനും ഹൂരും രണ്ടു വശത്ത് നിന്ന് താങ്ങുകയാണ്. അങ്ങനെ സൂര്യൻ അസ്തമിക്കുന്നത് വരെയും മോശയുടെ കൈ ഉറച്ചു നിന്നു. താങ്ങുന്നവരായി തീർന്നാൽ നിങ്ങൾ യുദ്ധത്തിന് ജയിക്കുന്നവരായിത്തീരും, ദേശത്തെ ജയിക്കുന്നവരായിത്തീരും, നിങ്ങൾ നന്മ കാണുന്നവരായിത്തീരും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇതാ ഈ ഹൂരെന്ന് പറയുമ്പോൾ ഹൂരിൻ്റെ കൊച്ചുമോനാണ് ബെസലേല്. നമുക്ക് ഒരുമിച്ചൊന്ന് ചേർന്നുകൊണ്ട് പുറപ്പാട് പുസ്തകം 35-ാം അധ്യായം 30-ാമത്തെ വാക്യം. നിങ്ങൾ വിശ്വസിച്ച ഇന്ന് വില കൊടുക്കാമെങ്കിൽ ചില അധ്യായങ്ങൾക്ക് ശേഷം, ചില വർഷങ്ങൾക്ക് ശേഷം ആ പട്ടണത്തിൽ നിന്റെ തലമുറ പ്രശസ്തി പ്രാപിക്കും, ഉയർച്ച പ്രാപിക്കും. വിശ്വസിക്ക്. നമ്മളൊന്ന് താങ്ങുന്നവരാകണം, നമ്മളൊന്ന് കൈ താങ്ങുന്നവരായി തീരണം. എന്നെ കേൾക്കുന്നവരെ, നമ്മൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവസഭകളെ പണിയുവാൻ, ബലപ്പെടുത്തുവാൻ, എഴുന്നേൽപ്പിക്കുവാൻ തയ്യാറാക്കുക. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കാൻ പോവുകയാണ്. നമ്മളെ വാക്യത്തിലേക്ക് വരുന്നു. പുറപ്പാട് പുസ്തകം 35-ന്റെ 30-ാമത്തെ വാക്യം. എന്നാൽ മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, നോക്കുവിൻ, യഹൂദ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. 31-ാമത്തെ വാക്യം, കൗശലപ്പണികളെ സങ്കല്പിച്ചുണ്ടാക്കുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും. ഇതാ ഹൂരിന്റെ കൊച്ചുമകൻ ബെസലേലിനെ യഹോവ പേര് ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. ദൈവം പേര് ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. അവൻ്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹല്ലേലൂയ. അവൻ സങ്കല്പിക്കുന്ന സകലതും ഉണ്ടായി വരാൻ തുടങ്ങും. ഹല്ലേലൂയ. ആലയത്തിൻ്റെ പണിക്ക് വേണ്ടിയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിന്റെ തലമുറകൾ ദേശത്തിൽ ആർക്കും ജയിക്കാൻ പറ്റാത്ത തലത്തിലേക്ക് മാറും. ആ ഓഫീസിൽ, ആ സ്കൂളിൽ അവരെ ജയിക്കാൻ മറ്റൊരാളില്ലാതായിത്തീരും. കാരണം എന്താണെന്നറിയാമോ? ദൈവമാണ് അവരിലേക്ക് ജ്ഞാനം പകർന്നിരിക്കുന്നത്. ദൈവമാണ് അവരെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നത്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ അന്യോന്യം താങ്ങുന്നവരായി ഈ ദിവസങ്ങളിൽ ദൈവസഭകൾ എഴുന്നേൽക്കട്ടെ. ദേശത്തിൽ വലിയ ബലമായി ദൈവത്തിൻ്റെ ജനം എഴുന്നേറ്റ് വരട്ടെ. സഭകൾ അത്ഭുതങ്ങൾ കാണുന്നതായി തീരട്ടെ. നമ്മളൊന്ന് കൈ താങ്ങാൻ, കുടുംബങ്ങളെ അന്യോന്യം ബലപ്പെടുത്തിക്കൊണ്ട് സഭകളെ, ദൈവദാസന്മാരെ അന്യോന്യം താങ്ങി ഇതാ നമ്മളൊന്ന് എഴുന്നേക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. എത്ര പേര് ഒരുമിച്ചൊന്ന് ഇന്നത്തെ ഈ വചന ചിന്തയിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും? കർത്താവ് നിങ്ങളുടെ തലമുറകളെ വരെയും അനുഗ്രഹിക്കാൻ പോവുകയാണ്. ആ നിലകളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ണുകൾ അടയ്ക്കുക, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങൾക്കായി, തലമുറകൾക്കായി, ദേവദാസന്മാർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ എഴുന്നേൽപ്പിൻ്റെ സമയങ്ങളായി മാറട്ടെ, ഇത് സൗഖ്യത്തിൻ്റെ സമയങ്ങളായി മാറട്ടെ, വിടുതലിൻ്റെ സമയമായി തീരട്ടെ. കർത്താവേ, ഇവരിപ്പോൾ തന്നെ ഈ ദൈവവചനത്തിൻ്റെ ശക്തിയിൽ വിടുതലിലേക്ക് വരികയാണ്, അത്ഭുതത്തിലേക്ക് വരികയാണ്. കർത്താവേ, ഇവരെ തൊട്ടതിനായി സ്തോത്രം. ഇന്നു മുതൽ ഇവർ ദൈവസഭകൾക്കൊരു അനുഗ്രഹമായി തീരുകയാണ്. ഇവർ മറ്റുള്ള കുടുംബങ്ങളെ താങ്ങുന്നവരായി തീരുകയാണ്. ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ, ഇന്ന് ദൈവം വലുത് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഇന്നത്തെ ഈ വചനവും പ്രാർത്ഥനയും നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ വേഗത്തിൽ തന്നെ വിളിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എന്നെ കേൾക്കുന്നവരെ, നവംബർ മാസം 7, 8 തീയതികളിൽ കൊല്ലത്ത് വെച്ച് പ്രത്യേകമായി 72 മണിക്കൂർ പ്രാർത്ഥന നടക്കുന്നു. 7, 8, 9 തീയതികളിലാണ്. പ്രത്യേകിച്ച് ബദലേജിൽ നിന്ന് MA വർഗീസ് പാസ്റ്റർ ബാംഗ്ലൂരിൽ നിന്ന് നമ്മെ ശുശ്രൂഷിക്കുന്നു. കൊല്ലത്താണ് നടക്കുന്നത്. നിങ്ങളിപ്പോൾ തന്നെ ആ സീറ്റുകൾ ഉറപ്പിക്കണമെന്ന് ഓർപ്പിക്കുന്നു. MA വർഗീസ് പാസ്റ്ററിനോട് ചേർന്നുകൊണ്ട് 9ഓളം ദൈവദാസന്മാർ നിങ്ങളെ ശുശ്രൂഷിക്കാനായിരിക്കുന്നു. ഒരുമിക്കുക. വലിയ ദൈവപ്രവർത്തികൾക്ക് വേണ്ടി നമുക്ക് ഒരുമിക്കാം. ഈ ദിവസങ്ങൾ വിളിക്കുക. കടന്നു വരാൻ പറ്റുന്നവർ കടന്നു പറയുന്നത് ഓർപ്പിക്കുന്നു. അതേപോലെ തൃശ്ശൂർ, എറണാകുളത്ത്, തിരുവനന്തപുരത്തൊക്കെ മീറ്റിങ്ങുകൾ നടക്കുകയാണ്. നിങ്ങൾ കടന്നു വരണം, വിളിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവപ്രവർത്തികൾ നടക്കട്ടെ. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.